ഒരു ക്വാറന്റൈൻ മുറിയോട് ജനാലച്ചട്ടം കാട്ടുന്ന മമതയാണ് ഒരു നഴ്സിന് തൻ്റെ രോഗിയോടുള്ളത്. ഞാൻ അയാൾക്ക് ജനാലയ്ക്കപ്പുറമുള്ള വസന്തത്തെ പറ്റിയും ഓരോ പൂക്കളുടെ നിറങ്ങളെ പറ്റിയും പറഞ്ഞു കൊടുക്കും. അയാളുടെ തളർന്ന കാലുകൾക്ക് കീഴിൽ തലയിണ ചേർത്ത് വയ്ക്കും. മമതയോടെ ആ പ്രാണന് കാവൽ നിൽക്കും. ആകാശവിധാനം തീർത്ത സർവേശ്വരൻ എൻ്റെ വിരലുകളെ അനുതാപം കൊണ്ട് നിറയ്ക്കും. ഞാൻ മരണം നിറഞ്ഞ വഴികളിൽ കൂടിയും രോഗങ്ങൾ പന്തലിച്ച പൊന്തക്കാടുകളിലൂടെയും എൻ്റെ കുഞ്ഞു മെഴുകുതിരിവെട്ടവുമായി നടന്നു നീങ്ങും. എൻ്റെ വഴികളിൽ അവർ കെണികൾ വയ്ക്കും. എൻ്റെ കുരുതിയിൽ അവർ പറുദീസ പണിയും. എന്നാൽ ഒരു നാൾ എൻ്റെ ശബ്ദം എനിക്ക് പിന്നാലെ വരുന്നവരിലൂടെ അവർ കേൾക്കും. അവരുടെ സ്വർണ്ണ ഗോപുരങ്ങൾ കടപുഴുകും. എൻ്റെ രക്തത്തിലും ബലിയിലും തുരുത്ത നഗരം കടലെടുക്കും. മഹാവിപത്തിനൊടുവിൽ ദൈവം ഞങ്ങളെ മഹത്വപ്പെടുത്തും. നമസ്കാരം. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ സാമ്രാജ്യങ്ങൾക്കകത്തെ നഴ്സസ് ജീവിതം തുറന്നു കാണിക്കുന്ന, കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിൽ നഴ്സുമാർ അനുഭവിക്കുന്ന അതികഠിനമായ മാനസികവും ശാരീരികവുമായ പീഡകളുടെ ദുരിതപർവം അനാവരണം ചെയ്യുന്ന, ആതുര സേവനത്തിൻ്റെ മറവിൽ മെഡിക്കൽ രംഗങ്ങളിൽ നടക്കുന്ന മരുന്ന് പരീക്ഷണങ്ങളെ തുറന്നു കാട്ടുന്ന മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും പുതിയ നോവലുകളിലൊന്നാണ് വൈറസ്. വൈറസിൻ്റെ രചയിതാവ് ഐശ്വര്യ കമലയാണ് ഇന്ന് കേരളീയത്തിൽ. നിലവിൽ UK കാംബ്രിഡ്ജ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഐശ്വര്യ കഥകളും നോവലുകളും എഴുതുന്നു. ഈ വർഷത്തെ DC ബുക്സ് സുവർണ ജൂബിലി നോവൽ മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കൃതിയായിട്ടാണ് വൈറസ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഐശ്വര്യയ്ക്ക് സ്വാഗതം. നമസ്കാരം. ഈ നോവൽ വായിക്കുമ്പോൾ ഞാൻ ആദ്യവും അവസാനവും അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം നഴ്സിംഗ് എന്ന തൊഴിലിനെ കുറിച്ചുള്ളതാണ്. അത് ഒരേ സമയം വളരെയേറെ വിശുദ്ധവൽക്കരിക്കപ്പെട്ട മാലാഖമാരോട് ഉപമിക്കപ്പെടുന്ന ഒരു തൊഴിലാണ്. അതേസമയം ഒരു തൊഴിൽ മേഖല എന്നുള്ള നിലയ്ക്ക് അതിനകത്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവിതം ഈ നോവലിൽ വായിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഈ നഴ്സാവാൻ ആഗ്രഹിക്കുമോ എന്ന് തന്നെ ഞാൻ ആലോചിച്ചു പോയി. ഈ ഒരു വിരുദ്ധ ധ്രുവങ്ങളെ നിരന്തരം ഈ നോവലിനകത്ത് അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്ലോറൻസ് നൈറ്റിംഗേളിൻ്റെ പ്രതിജ്ഞയൊക്കെ ഈ നോവലിൽ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോൺട്രഡിക്ഷനെ എങ്ങനെയാണ് ഐശ്വര്യ അഭിമുഖീകരിക്കുന്നത്? ശരിക്കും ആദ്യം നോവൽ എഴുതണമെന്ന് ചിന്തിച്ചപ്പോൾ തന്നെ എന്തായിരിക്കണം നോവൽ എഴുതേണ്ടത് എന്ന്. അപ്പോൾ നമ്മുടെ ഈ 13-14 വർഷമായി ഞാൻ ഉൾപ്പെട്ട ഒരു തൊഴിൽ സമൂഹമാണിത്, നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സമൂഹത്തോട്. ഈ എന്തുകൊണ്ടാണ് ഒരുപാട് നഴ്സുമാർ ഇവിടെ നിന്ന് വിദേശങ്ങളിലേക്ക് പോകുന്നത്? നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എൻജിനീയറിങ് അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസുകാരനോ പോസ്റ്റ്മാനോ ഒന്നും ഈ നാട് വിട്ട് ഇത്രമാത്രം പുറത്തേക്ക് പോകുന്നില്ല. ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് ഒരു വർഷം 30,000-ഓളം നഴ്സുമാർ ഇന്ത്യയിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്യുന്നു പല പല രാജ്യങ്ങളിലേക്ക്. അപ്പോൾ മാത്രമല്ല ഞാൻ 13-14 വർഷം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ അല്ലെങ്കിൽ തൊഴിലെടുക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ഈ നഴ്സിംഗ് സമൂഹമാണ്. അപ്പോൾ അവരെ പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഉന്നയിക്കാൻ എനിക്ക് ഒരു അവസരമുണ്ട്, അല്ലെങ്കിൽ ഞാനത് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഞാനത് ചെയ്യണം എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ആദ്യത്തെ നോവൽ ഉണ്ടാകുന്നത്. അത് ഇത്രമാത്രം കാര്യമായി അത് ഒരു ബൃഹത്തായ നോവലായി എഴുതണോ, ഒരു കഥയായി എഴുതണോ, അങ്ങനെ പലതായിട്ട് ചിന്തിച്ചു. അപ്പോൾ അപ്പോഴാണ് ഈ കോവിഡ് പാൻഡമിക് കാലം. അപ്പോൾ ആ കോവിഡ് കാലത്ത് ഈ 2020 മൈഗ്രേഷൻ എന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് UK പോകുന്നത്. അപ്പം ഞാൻ UK പോയ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഒപ്പം സഞ്ചരിച്ച നഴ്സുമാരും എനിക്കൊപ്പം ഉണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും പറഞ്ഞ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നെല്ലാം ക്രോഡീകരിച്ച് ഞാൻ ചെല്ലുന്നത് ഒരു വിൻ്ററിലാണ്.
അപ്പോൾ അവിടുത്തെ ഒരു ശൈത്യത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം, അത് അവിടെ കൂടുതൽ ഒരു വിഷാദാത്മകമായ അന്തരീക്ഷമായിരുന്നു ഞാൻ ചെന്നിറങ്ങുമ്പോൾ. കാരണം വിൻ്ററിൽ അധികം പ്രകാശം ഉണ്ടാവാറില്ല. അപ്പോൾ അത് ആ ഒരു അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യങ്ങളും എല്ലാം നമ്മളെ ഒരു ആശുപത്രി വരാന്തകളും അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഞാൻ കടന്നുപോയ ആശുപത്രി എൻ്റെ അനുഭവങ്ങളും അവയെല്ലാം കൂടി ചേർത്തൊരു നോവലിലേക്ക് കൊണ്ടുവരാം എന്നെനിക്ക് തോന്നിയത്. അത് മാത്രമല്ല, ഞാൻ എത്തിപ്പെട്ട UK, അവിടെയാണ് ശരിക്കും നഴ്സിങ്ങിൻ്റെ ഈറ്റില്ലം. നഴ്സിംഗ് എവിടെ നിന്ന് ഉത്ഭവിച്ചു അവിടെ തന്നെ തിരിച്ചെത്തി എന്ന് പറയുന്നത് പോലെ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ അവരുടെ ആദ്യകാലങ്ങളിലുള്ള അവരുപയോഗിച്ച ഇൻസ്ട്രുമെൻസ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന കിങ്സ് കോളേജിലാണ് ഞാൻ ഒരു പ്രഭാഷണത്തിനായിട്ട് കുറച്ച് നാൾ മുൻപ് പോയിരുന്നത്. അപ്പോൾ അവിടെ നഴ്സിംഗ് ഉണ്ടായ ആ ഒരു ചരിത്രവും ആ ഒരു എങ്ങനെയാണ് ഈ പ്രൊഫഷൻ രൂപാന്തരപ്പെട്ട് വന്നത് എന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. കാരണം ഒരു രണ്ടാം ലോക മഹായുദ്ധകാലത്ത്, ഇപ്പോൾ നഴ്സിംഗിൻ്റെ ഉദയം എല്ലാവർക്കും അറിയാമായിരിക്കും. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇംഗ്ലണ്ടിലെ ഒരുപാട് പട്ടാളക്കാർ മുറിവേറ്റ് കിടക്കുകയും മറ്റും ചെയ്തപ്പോൾ കുറച്ച് നൺ സിസ്റ്റേഴ്സ്, ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഉൾപ്പെടുന്ന കുറച്ച് കന്യാസ്ത്രീകളാണ് ഈ പ്രൊഫഷൻ തുടങ്ങി വെച്ചത്. അപ്പോൾ ഒരു ത്യാഗം, അതായത് വലിയൊരു ഹോളിനെസ് എന്നുള്ള ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഘടകം ഈ പ്രൊഫഷൻ്റെ ഉത്ഭവത്തിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇന്നത്തെ കാലത്ത് ഞാൻ നോക്കിക്കാണുമ്പോൾ എനിക്കതിൽ എന്തൊക്കെയാണ് ഇനി പറയാനുള്ളത് എന്ന്. ഇപ്പോൾ നമ്മൾ ചരിത്രങ്ങൾ എപ്പോഴും അവിടെ ഉണ്ടാവും. ത്യാഗത്തിൻ്റെ ചരിത്രം, രക്തസാക്ഷിത്വത്തിൻ്റെ ചരിത്രം, അങ്ങനെ പല ആളുകളുടെ പലരും അവരുടെ ജീവിതം ഹോമിച്ചതിൽ നിന്നാണ് വലിയ വലിയ സംരംഭങ്ങളും വലിയ വലിയ കാഴ്ചപ്പാടുകളും പ്രൊഫഷനുകളും എല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചുറ്റും ഇങ്ങനെ വലിയ എടുപ്പോടെ നിൽക്കുന്നത്. അപ്പോൾ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കുറേ കന്യാസ്ത്രീകളുടെ ത്യാഗം അന്ന് വല്ലാതെ ആദരിക്കപ്പെട്ടു. ഇപ്പോൾ ഞാനത് അവിടുത്തെ ഫോട്ടോ എക്സിബിഷനൊക്കെ കാണാൻ പോയി. അപ്പോൾ ഈ രാജ്ഞി, ബ്രിട്ടൻ്റെ രാജ്ഞി ഫ്ലോറൻസ് നൈറ്റിംഗേലിന് നീല പതക്കം, ഏറ്റവും വില കൂടിയ ഒരു രത്നം സമ്മാനിക്കുന്ന ഫോട്ടോകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അന്ന് ലോകം വാഴ്ത്തിയത് കുറേ സ്ത്രീകൾ ത്യാഗം അല്ലെങ്കിൽ വലിയ കരുണ അനുകമ്പയോടുകൂടി അവർ ജോലി ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ അതിനുശേഷം ഒരു 100 വർഷത്തിനൊക്കെ ശേഷം നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു തൊഴിലാണ്, ഇതൊരു പ്രൊഫഷനാണ്. അപ്പോൾ ഇതൊരു പ്രൊഫഷനാണെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഹോളി പ്രൊഫഷനാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു തൊഴിലായി മാറുമ്പോൾ, ഇതൊരു തൊഴിൽ അല്ലെങ്കിൽ ഒരു ശമ്പളം നിശ്ചയിക്കപ്പെട്ട് ഇതൊരു തൊഴിൽ എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ ഈ പഴയ ഹോളിനെസ്സിൻ്റെ പ്രതാപം അല്ലെങ്കിൽ അതിനെ നമ്മളിങ്ങനെ ചുമക്കേണ്ടി വരുമ്പോൾ അതിലൊരു വലിയൊരു വൈരുദ്ധ്യമുണ്ട്. അവിടെ ഒരു വലിയൊരു തൊഴിലാളി പ്രശ്നം ഉടലെടുക്കുന്നുണ്ട്. ആ ഒരു കോൺഫ്ലിക്റ്റിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ ബോൾഡായി നഴ്സിംഗ് പ്രൊഫഷനിലുള്ളവർ തന്നെ ചെയ്യേണ്ടതാണ്. നമ്മൾ നഴ്സിംഗ് സമരം കാണുമ്പോൾ, ഡോക്ടർമാരുടെ സമരം കാണുമ്പോൾ, നിങ്ങൾ സമരം ചെയ്യുന്നു, ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് സമരം ചെയ്യാം, അല്ലെങ്കിൽ ട്രെയിൻ ഗതാഗതം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടുകാർക്ക് സമരം ചെയ്യാം. പക്ഷേ ഒരു ഡോക്ടറോ ഒരു നഴ്സോ സമരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ സമരം ചെയ്യും? കാരണം നിങ്ങൾ ദൈവങ്ങളല്ലേ, നിങ്ങൾ മാലാഖമാരല്ലേ, അയ്യോ നിങ്ങൾ അങ്ങനെയും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു രീതിയിലേക്ക് പോകും. അപ്പോൾ അതിന് കാരണം ഒരിക്കലും ഒരു തൊഴിൽ എന്ന രീതിയിൽ നമ്മൾ ഇത് സംസാരിക്കുന്നത് പൊതുസമൂഹം ആഗ്രഹിക്കുന്നില്ല. നമ്മളെപ്പോഴും ഒരു അനുകമ്പയോടെ അല്ലെങ്കിൽ ഇത് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു ദയയോടുകൂടെ ചെയ്യുന്നു എന്ന് കാണാനാണ് ആഗ്രഹം. പക്ഷെ നമ്മൾ പ്രൊഫഷനിലുള്ളവർ അതിനെ ആ കാഴ്ചപ്പാടുകളെ മാറ്റിക്കൊണ്ടുവരേണ്ട ഒരു വലിയൊരു അല്ലെങ്കിൽ നമ്മൾ ഉറച്ച സ്വരത്തിൽ അത് പറയേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ഒരു ജോലി ചെയ്യുകയാണ്. ഒരു ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്ന പോലെ, ഒരു എൻജിനീയർ അയാളുടെ ജോലികളിലേക്ക് പോകുന്ന പോലെ, ബാങ്ക് ഉദ്യോഗസ്ഥൻ പോകുന്ന പോലെ ഞങ്ങൾ രാവിലെ ജോലിക്ക് പോവുകയാണ്. സത്യമാണ് ഞങ്ങൾ ഈ ഭയാനകമായ വൈറസുകളുടെ ഇടയിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിലും ഇത് ഞങ്ങളുടെ തൊഴിലാണ്. ഞങ്ങൾക്ക് തൊഴിൽ നീതി ഉറപ്പുവരുത്തേണ്ടത് ഈ പറയുന്ന സംവിധാനങ്ങളുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പം അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു തീർച്ചയായിട്ടും ഐശ്വര്യ പറഞ്ഞതുപോലെ തന്നെ ആ തൊഴിലിടത്തിനകത്തുള്ള പലതരം പ്രശ്നങ്ങളെ തുറന്നു കാണിക്കാനും അത് കേരളത്തിന്റെ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വെക്കാനും കൂടെ ശ്രമിക്കുന്ന ഒരു നോവൽ കൂടിയാണ് വൈറസ്. തീർച്ചയായിട്ടും അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രമേയം ഈ തൊഴിലിടത്തിൽ നഴ്സുമാർ അനുഭവിക്കുന്ന
അതിൻ്റെ ശ്രേണീപരമായിട്ടുള്ള വിവേചനമാണ്. ഇപ്പം ഡോക്ടർമാർക്കും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനും ഒക്കെ താഴെ ഇവരനുഭവിക്കുന്ന പീഡനങ്ങളെ പലപ്പോഴും അടിമത്തത്തോട് ആണ് ഐശ്വര്യ ഉപമിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ യന്ത്ര സമാനമായിട്ടുള്ള ജീവിതം നയിക്കുന്ന യന്ത്രപാവകളോടൊക്കെയാണ് ഉപമിച്ചിട്ടുള്ളത്. എന്നാൽ ഇവരുടെയൊക്കെ സ്വപ്നം ഐശ്വര്യയുടെ തന്നെ യാത്രയെ പോലെ തന്നെ ഒരു വിദേശ രാജ്യത്തെ ഒരു ആശുപത്രിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഹോസ്പിറ്റലുകൾ ഇത്തരത്തിൽ അടിമത്ത മനോഭാവത്തോടെ നഴ്സുമാരെ സമീപിക്കുന്നത്? അതിൽ നിന്നുള്ളൊരു മോചനത്തിന് വേണ്ടിയിട്ടാണോ സത്യത്തിൽ നമ്മുടെ ഇവിടെ നിന്നും നഴ്സുമാർ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മൾ ഈ തൊഴിൽ നീതി എന്നുള്ള ആ ഒരു വലിയൊരു ഘടകം ഉയർത്തി കാണിക്കാനാണ് ഞാൻ ഈ നോവൽ എഴുതിയതെന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം വരുന്ന അടുത്തൊരു വലിയൊരു ഞാൻ ഉന്നയിച്ചിട്ടുള്ള ഒന്നാണ് നമ്മുടെ പ്രൊഫഷണൽ ഡിഗ്നിറ്റി, നമ്മുടെ തൊഴിൽ ആദരം, അല്ലെങ്കിൽ നമുക്ക് ആത്മാദരത്തോടു കൂടി, ഞാൻ ആത്മാദരം എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആത്മാദരത്തോടു കൂടി നമുക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പം ഞാൻ ഇവിടെ ജോലി ചെയ്തു. ഇവിടെ എയിംസ്, ജിപ്മർ തുടങ്ങിയ ഒരുവിധ എല്ലാ സ്ഥാപനങ്ങളിലും കേരള ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റൽ വരെ ഞാൻ അവസാനം ജോലി ചെയ്തിരുന്നു. അവിടെ നിന്നാണ് ഞാൻ UK പോയത്. UK സാഹചര്യത്തിൽ ഞാൻ ചെന്നപ്പോൾ, ഒരു സാഹചര്യം ഞാൻ ഒരു എക്സാമ്പിളിന് പറയാം. നമുക്കിപ്പോൾ ഒരു ബോർഡ് റൗണ്ട്സ് അല്ലെങ്കിൽ വാർഡ് റൗണ്ട്സ് നടക്കുകയാണ് രാവിലെ. അപ്പോൾ ഒരു ഡോക്ടർ വരുന്നു. നമ്മളെല്ലാവരും ആ ടീമിലുള്ള എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളും, ഫാർമസിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് എല്ലാവരും കൂടി നിന്നായിരിക്കും ചർച്ച ചെയ്യുക. അപ്പോൾ ഒരു ഡോക്ടർ പറയാണ്, ഡോക്ടർ ഒരു രോഗിയുടെ ചികിത്സയെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നഴ്സ് പറയാണ്, ഡോക്ടർ റോബ്, ഐ തിങ്ക് യുവർ മെഡിക്കേഷൻ ഈസ് നോട്ട് വർക്കിംഗ് എന്ന് പറയാൻ. അത് സ്വാഭാവികമായി എപ്പോഴും നടക്കുന്ന ഒരു കോൺവെർസേഷനാണ്. ഡോക്ടർ റോബ്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ഇതേ സാഹചര്യം എനിക്ക് ഒരിക്കലും ഒരു ഇന്ത്യൻ ആശുപത്രിയിൽ ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ ഒരു ഇന്ത്യൻ ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടർ ശശിധരൻ നായർ, നിങ്ങളുടെ മരുന്ന് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറയുന്ന ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം ഫ്ലെക്സിബിൾ ആകാൻ പോകുന്നില്ല. ഞാൻ UK ചെന്നതിന് ശേഷം ഒരു ഡോക്ടറെ പോലും ഞാൻ സാറെന്ന് വിളിച്ചിട്ടില്ല. എല്ലാ ആളുകളെയും ഡോക്ടർ റോബ്, ഡോക്ടർ ഹാരിസ് ഇങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഹയർ അതോറിറ്റി ആണെന്നും നഴ്സ് ഒരു ഓർഡർലി ആണെന്നുമുള്ള ഒരു ഭാവം പോലെയാണ് പല വാർഡുകളിലും കാണാൻ കഴിയുന്നത്. ഇനി ഇതിൽ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളെ കുറിച്ചാണ് പറയുന്നത്. കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും ഡോക്ടർമാരുടെ ഇൻവെസ്റ്റ്മെന്റിലുള്ള സംരംഭങ്ങളും മറ്റുമൊക്കെയാണ്. ഇനി ഡോക്ടർ നഴ്സ് റിലേഷൻ മാത്രമല്ല നോക്കുകയാണെങ്കിലും കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിൽ ഒരുപാട് PR വർക്ക് ചെയ്യുന്ന ഏജൻസ്, അല്ലെങ്കിൽ ഒരുപാട് കോർപ്പറേറ്റ് ആയിട്ടുള്ള മാനേജീരിയൽ പോസ്റ്റുകളിൽ ഇരിക്കുന്നവർ, അവർക്കൊക്കെ ഒരുപാട് അവരെല്ലാവരും നഴ്സിംഗ് സ്റ്റാഫുകളെ കാണുന്നത് ഒരു കോർപ്പറേറ്റ് ഡോൾ പോലെ, ഒരു ഐ ക്യാൻഡി പോലെ, അല്ലെങ്കിൽ ഈ ഒരു സേവനം ചെയ്യാനായി നിയോഗിക്കപ്പെട്ട് വളരെ നിശബ്ദമായി ജോലി ചെയ്തിട്ട് പോകുന്ന ഒരു രൂപമായിട്ടാണ് അവർ ശരിക്കും അതിനെ കാണുന്നത് തന്നെ. ഒരു പ്രൊഫഷണൽ ഇൻഡിപെൻഡൻസി എന്നുള്ളത് നഴ്സിംഗിന് ഉണ്ട് എന്നുള്ളത് ഇന്ത്യൻ സാഹചര്യത്തിൽ ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അതായത് വളരെ സ്വതന്ത്രമായി ചെയ്യുന്ന ഒരു ജോലിയാണ് നഴ്സിംഗ് എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു എൻജിനീയർ പ്ലാനൊക്കെ വരച്ച് എൻജിനീയർക്ക് കീഴെ മേശിരി മറ്റേ തട്ടും എല്ലാം ചെയ്യുന്ന പോലെ ആണ് നഴ്സിംഗ് എന്നാണ് അവർ വിചാരം. അതായത് ഡോക്ടർ എല്ലാം പറഞ്ഞ് ശരിയാക്കുന്നു, നഴ്സ് അതെല്ലാം ചെയ്യുന്നു എന്നുള്ള. അങ്ങനെയല്ല. നഴ്സിംഗും മെഡിക്കൽ പ്രൊഫഷനും എല്ലാം വളരെ സമാന്തരമായൊരു ടീം വർക്കാണ്. അവർ ചെയ്യുന്നത് പോലെ കുറേ അതല്ലാത്ത ഒരുപാട് ഡയഗ്നോസിസും ഒരുപാട് പ്രൊസീജിയറുകളും ഒരുപാട് കാര്യങ്ങളും നഴ്സിംഗ് കെയറിലും ഉണ്ട്. ഇത് ഒരു ടീം വർക്കായി, ഒരു സമാന്തരമായി പോകുന്ന ഒന്നാണ്. പരസ്പരം വല്ലാതെ ഡിഗ്നിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടുന്ന ഒരു വളരെ ചിയർഫുള്ളായ, അല്ലെങ്കിൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീമായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഒരു ആശുപത്രി എന്നുള്ളത്. പക്ഷെ ഏത് കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ഭയന്ന്
അയ്യോ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ക്യാമറ നോക്കുന്നുണ്ട്, അങ്ങനെ രീതിയിൽ ജോലി ചെയ്യുന്ന വളരെയധികം ഈ ഡിസിപ്ലിൻ എന്നുള്ള വാക്ക് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കാലഘട്ടത്തിൽ ഈ നൺ സിസ്റ്റേഴ്സ് ഈ നഴ്സിംഗ് തുടങ്ങിയ സമയത്ത് അവർ കൊണ്ടുവന്ന അച്ചടക്കങ്ങളുടെയൊക്കെ ഒരു പിന്മുറയാണിത്. കമ്മലിടാൻ പാടില്ല, അല്ലെങ്കിൽ മുഖത്ത് മേക്കപ്പ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നഖം നീട്ടി വളർത്താൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, വളരെ വിഷാദാത്മകമായിട്ടുള്ള മുഖമായി രോഗിയെ പരിചരിക്കാൻ പോകണം എന്നുള്ളത്. അത് അവരുടെ വലിയ അച്ചടക്കത്തിന്റെ ഭാഗമായിരുന്നു. ഒരിക്കലും ഒരു എതിർത്ത് ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ ചോദിക്കാൻ പാടില്ല. പക്ഷെ ഞാനിപ്പോ ഇത് തുടങ്ങി വെച്ച ആ UK തന്നെ ചെല്ലുമ്പോൾ ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഡോക്ടറിനെ നഴ്സിന് ചലഞ്ച് ചെയ്യാം. ബ്രിട്ടന്റെ സാഹചര്യത്തിൽ ഡോക്ടർക്ക് മാത്രമല്ല, ഡോക്ടറെ മാത്രമല്ല, നഴ്സിന് മാത്രമല്ല, രോഗിക്ക് ആർക്ക് വേണമെങ്കിലും ഡോക്ടറിനോട് ചോദ്യങ്ങൾ ചോദിക്കാം, ചലഞ്ച് ചെയ്യാം. എനിക്ക് ഈ ചികിത്സ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന ചികിത്സയെ പറ്റി എനിക്ക് ചില സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേറെ ആളുമായി അത് കൺസൾട്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവിടെ എടുക്കുന്നത്. ഇവിടെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ചലഞ്ച് ചെയ്യാം, പക്ഷെ അതൊന്നും ഒരു സൗഹൃദാത്മകമായ ചുറ്റുപാടിലല്ല അത് എടുക്കപ്പെടുന്നത്. ഇപ്പം നമുക്ക് ഇപ്പോൾ സർജറി, ഞാനിപ്പോൾ ഒരു ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ ഒരു സ്ക്രബ് ചെയ്ത്, അതായത് തിയേറ്റർ പോലെ ജോലി ചെയ്യുന്ന ഇടത്താണുള്ളത്. അപ്പോൾ അവിടെ സർജറിക്ക് മുൻപ് എല്ലാ സ്റ്റാഫുകളും കൂടെ ചേർന്ന് ഒരു ടീം ബ്രീഫ് നടത്തും. അപ്പോൾ ടീം ബ്രീഫ് നടത്തുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ ഡോക്ടർ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷനെ ചലഞ്ച് ചെയ്യാം. അത് വളരെ ബോൾഡായി പല എൻ്റെ ഒപ്പമുള്ള ബ്രിട്ടീഷ് നഴ്സസ് ചലഞ്ച് ചെയ്യുന്ന ഞാൻ ഭയങ്കര ആദരവോടുകൂടെ കണ്ടു നിന്നിട്ടുണ്ട്. സോറി ഡോക്ടർ, ഐ വുഡ് ലൈക്ക് ടു ചലഞ്ച് ദിസ്. ഇതാണ് നിങ്ങൾ കഴിഞ്ഞ തവണ ഈ ടെക്നിക്ക് നോക്കിയിരുന്നു, അത് വലിയൊരു വിജയമായി എനിക്ക് തോന്നിയില്ല. ഇതിനെ ഒന്നും കൂടി റിവൈവ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിലെ ഒരു നഴ്സ് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഒന്ന് ചലഞ്ച് ചെയ്യണം എന്നുണ്ട്, അല്ല ഞാൻ ഇതിനെപ്പറ്റി അത്ര കോൺഫിഡൻ്റ് അല്ല, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ കോൺഫിഡൻ്റ് അല്ല എന്നൊരു നഴ്സ് പറയും. പക്ഷെ അവിടെ അത് കേട്ടാലും ഡോക്ടർ വളരെ നല്ല പോയിന്റാണ് നിങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ ലെറ്റസ് തിങ്ക് എന്ന് പറയും. പക്ഷെ ഇവിടെയാണെങ്കിൽ അതൊരു വലിയ ഈഗോ പ്രോബ്ലത്തിന്റെ അല്ലെങ്കിൽ വലിയൊരു ശീതയുദ്ധത്തിന്റെ തുടക്കമാണ്. ഞാൻ അടിമത്വം എന്നുള്ള വാക്ക് വെറുതെ ഉപയോഗിച്ചതൊന്നുമല്ല. ഞാൻ പഠിച്ച കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്, ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല, അവിടെ ഒരു ഡോക്ടർ, തിയേറ്ററിലെ ഒരു ഡോക്ടർ അതിൻ്റെ വലിയ HOD വരുമ്പോൾ അവിടുത്തെ ഹെഡ് നഴ്സ് അദ്ദേഹത്തിൻ്റെ ചെരുപ്പും കൊണ്ടുപോകും. ഈ മനുഷ്യന് ചെരുപ്പിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ തിയേറ്ററിനുള്ളിൽ ഇടുന്ന സ്ലിപ്പർ. അപ്പൊ ഈ സ്ലിപ്പർ അദ്ദേഹത്തിന്റെ മാത്രം എടുത്ത് മാറ്റി കാത്ത് സൂക്ഷിക്കുക, അതിൽ അദ്ദേഹത്തിന്റെ പേരുകളൊക്കെ ആലേഖനം ചെയ്ത് വേറെ ഏതെങ്കിലും കുട്ടികൾ സ്റ്റുഡൻസ് ഒന്നും എടുത്തിട്ട് പോവാത്ത രീതിയിൽ സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ ഒരു നേഴ്സ് എന്ന് പറയുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ രോഗിയാണ് നമ്മുടെ ഏറ്റവും വലിയ VIP. രോഗിയുടെ അഡ്വക്കേറ്റ് ആണ്, നമ്മൾ ഇതിന്റെ മുഴുവൻ സാക്ഷിയാണ്, നമ്മൾ ഇതിന്റെ ലോഗ് ബുക്കാണ്. അല്ലാതെ നമ്മൾ ഒരു ഡോക്ടറിന്റെ പരിചാരകയോ അല്ല ഡോക്ടറിന്റെ ഓർഡർലിയോ അല്ല. ഒരു നേഴ്സ് ഒരു ഡോക്ടറിന്റെ ഓർഡർലി അല്ല എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് പൊതുസമൂഹമാണ്. കാരണം ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ എന്ത് നടന്നു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ തെറ്റായ ഒരു കാര്യം കണ്ടിട്ടുണ്ട് എങ്കിൽ എനിക്കത് വിളിച്ചു പറയാനും, അല്ലെങ്കിൽ ഞാൻ പുറത്തു വന്ന് ഇല്ല അവിടെ ചെയ്തത് ശരിയായില്ല, ഞാൻ അതിന് സാക്ഷിയാണ് എന്നൊരു നേഴ്സ് പറയുമ്പോഴേ ആ സംവിധാനം ക്ലിയറായി വരുള്ളൂ. അല്ലെ ആ സംവിധാനം, ഈ മെഡിക്കൽ രംഗം വളരെ നൈതികമായ, അതായത് എല്ലാവിധത്തിലുള്ള എത്തിക്സും പരിപാലിക്കുന്ന ഒന്നായി അത് മാറുന്നുള്ളൂ. രോഗിക്കും ഡോക്ടറിനും ഇടയിലുള്ള ഒരു സാക്ഷിയായിട്ട് ഈ നോവലില് നേഴ്സ് എന്ന് ഉള്ള ഒരു പ്രൊഫഷനെ അവതരിപ്പിക്കുന്നുണ്ട്. അതേസമയം ഈ സാക്ഷിക്ക് പ്രതികരിക്കാനുള്ള അവകാശമില്ല, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുവദിക്കപ്പെടുന്നില്ല. പ്രതികരിക്കുകയാണെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അവർക്ക് വലിയ വിശദീകരണങ്ങൾ നൽകപ്പെടേണ്ടി വരുന്നു. എല്ലായ്പ്പോഴും അവരുടെ ഭാഗത്ത് തെറ്റുകൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ യാതനകളുടെയും മാനസിക പീഡനങ്ങളുടെയും ഒരു വലിയ ആഖ്യായികയായിട്ട് ഈ നോവൽ മാറുന്നുണ്ട്. അതേസമയം ഐശ്വര്യ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഐ ക്യാൻഡി ആയിരിക്കാൻ ഇവർ നിർബന്ധിക്കപ്പെടുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പെരുമാറാൻ, എല്ലാ യാതനകളും ഉള്ളിൽ അടക്കിക്കൊണ്ട് മുഖത്ത് ആ പുഞ്ചിരി സദാ നിലനിർത്താനുള്ള ഒരു കഠിനമായ പരിശ്രമം. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ രംഗങ്ങളിൽ ഉണ്ടാവുന്ന ആത്മഹത്യകളെ കുറിച്ച് ഈ നോവൽ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല അതിലൊരു
സെർച്ചിങ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യം. ഒരു നഴ്സസിനെ എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ആത്മഹത്യ ചെയ്യാം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അതിൽ ഗൂഗിളിൽ തിരയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഒരു തൊഴിലിൻ്റെ അകത്ത് ഇത്രയും വൈരുദ്ധ്യങ്ങൾ കടന്നു വരുന്നത്, ഇത്രയും യാതനകൾ സഹിച്ചുകൊണ്ട് ഈ ഐക്യാൻഡി ആയിട്ട് നഴ്സുമാർ നിൽക്കാൻ നിർബന്ധിതമാവുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും ആത്മഹത്യകളും വിഷാദ രോഗികളും ഒക്കെ ആയിട്ട് ഈ പ്രൊഫഷനിലുള്ള ആളുകൾ മാറുന്നത് എങ്ങനെയാണ്? ശരിക്കും ഒരു നഴ്സിംഗ് ജീവിതം, അല്ലെങ്കിൽ നമ്മളൊരു നഴ്സായി ആശുപത്രിയിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാ ജീവിതത്തിൻ്റെ എല്ലാവിധ ദുരിതങ്ങളിലേക്കും എല്ലാവിധ പീഡകളിലേക്കും മനുഷ്യ ജീവിതത്തിൻ്റെ നിസ്സഹായതകളിലേക്കാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. നമ്മൾ ഓരോ ഡ്യൂട്ടിക്കും പോകുന്നത് സുന്ദരമായ നിമിഷങ്ങളിലേക്കല്ലല്ലോ. അപ്പോൾ വളരെ ഇപ്പോൾ ബർത്ത് സെൻറ്ററുകളിൽ അല്ലെങ്കിൽ പ്രസവ മുറികളിലൊക്കെ ഉള്ളവർ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ കൂടുതലും രോഗം എന്ന പീഡയാണ് നമ്മുടെ മുന്നിലുള്ളത്, അല്ലെങ്കിൽ ശരീരം എന്നുള്ള വലിയൊരു സത്യം, അതിന് മുന്നിലേക്കാണ് ഓരോ നഴ്സും എന്നും ഇറങ്ങി ചെല്ലുന്നത്. അത് ജീർണിക്കുന്നു, അത് അഴുകുന്നു, അത് പുഴുക്കുന്നു. അപ്പോൾ ഉറപ്പായും ഒരു നഴ്സ് എല്ലാവിധ ദുഃഖങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിങ്ങനെ കണ്ട് 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 നമുക്ക് അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഏതൊക്കെയോ നിഴലുകൾ പതിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. എനിക്ക് കനത്ത മാനസിക ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചത് ഞാൻ RCCയിൽ ജോലി ചെയ്യുമ്പോഴാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും നല്ല ജോലികളിൽ ഒന്നാണ് RCCയിൽ നഴ്സായി ജോലി ചെയ്യുക. വളരെ ഉയർന്ന ശമ്പളമാണ്, എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു പോകാന്നുള്ള ദൂരേ ഉള്ളൂ. പക്ഷേ ഞാൻ അന്ന് കുട്ടികളുടെ വാർഡിലാണ്. അപ്പം ഞാൻ ഈ കുട്ടികളുടെ ദുരിതം, അതായത് നമ്മൾ വളരെ വളരെ ക്യൂട്ടായി ഏറ്റവും സുന്ദരമായ നിലയിൽ കുട്ടികളെ നമ്മൾ വാങ്ങുന്നു. ഒരു 3-4 മാസം അല്ലെങ്കിൽ 5 മാസം അവർ കീമോയും മറ്റും എടുക്കുന്നതോടുകൂടെ മുടി പൊഴിയുകയും അവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും മുറിവുകൾ പറ്റുകയും, അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ട് 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 ഇവർ മരണപ്പെടുന്നത് വരെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അതൊരു വലിയ ആഘാതമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ആ ഒരു കാലത്ത് വല്ലാത്ത വിഷാദത്തിൻ്റെ കയങ്ങളിലേക്ക് പോവുകയും, അതിൽ ഏറ്റവും അപകടം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മരുന്നുകളുടെ അടുത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്, നമുക്കിപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ഒരു സ്ലീപ്പിംഗ് ടാബ്ലറ്റ് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളെ ഉറക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ സെഡേറ്റ് ചെയ്യാനോ പറ്റുന്നൊരു ടാബ്ലറ്റ് കണ്ടുപിടിക്കാനോ എടുക്കാനോ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ കൂടുതലും ഈ നോവലിലുള്ള ഈസ അങ്ങനെ മരുന്ന് കഴിക്കുന്നുണ്ട്, ഉറക്ക ഗുളികകൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയുന്ന ഒരുപാട് കൂട്ടുകാരികൾ അവരുടെ ദുഃഖങ്ങളും അവരുടെ വിഷാദങ്ങൾക്കും ഒക്കെ ആയിട്ട് മരുന്നുകൾ എടുത്ത് ബാഗിൽ സൂക്ഷിച്ചു വെച്ചിട്ട് രാത്രി കിടക്കും മുന്നേ കഴിക്കുക, അങ്ങനത്തെ പ്രവണതയൊക്കെ ഉള്ളവരുണ്ട്. പിന്നെ മാത്രമല്ല പരക്കെ നഴ്സിംഗ് ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്തവരുടെ ഹിസ്റ്ററി ഒരുപാട് കൂടുതലാണ്. ഇപ്പോൾ അത് നഴ്സിംഗ് എന്ന് ഞാൻ പറയില്ല, മെഡിക്കൽ പ്രൊഫഷനിൽ ഒരുപാട് മെഡിക്കൽ വിദ്യാർത്ഥികൾ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, നഴ്സിംഗ് പ്രൊഫഷണൽ അവർ ആത്മഹത്യ ഒരു ഓപ്ഷനായി കാണുന്നുണ്ട്. അതിന് കാരണം അവർ കുറച്ചും കൂടി മരുന്നുകളൊക്കെ അവർക്ക് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഈ വരികളുടെ കീഴെ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്, അനസ്തെറ്റിസ്റ്റുകൾ ബാർബിറ്റ്യൂറേറ്റ്സ് എടുത്താണ് സർജൻസ് എങ്ങനെ കൈത്തണ്ട മുറിക്കാം എന്നുള്ള രീതിക്ക്. അപ്പോൾ കുറച്ചും കൂടി ആത്മഹത്യയിലേക്ക് പോകാനുള്ള ഒരു ധൈര്യം അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എവിടെയെങ്കിലുമൊക്കെ അവർ ഈ ചോരയും എല്ലാമായുള്ള അവർക്ക് എപ്പോഴും അനുദിനമായിട്ടുള്ള ഒരു സംബന്ധം ഉള്ളത് കൊണ്ടും, പിന്നെ ഇത്രയും കോർപ്പറേറ്റ് ആശുപത്രികളിലൊക്കെയുള്ള ഇത്രയും പീഡനങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ബോണ്ട് കടലാസ്, ഇതിലെ നായികയെ പോലെ തന്നെ ആ കുട്ടി എന്നോട് പറഞ്ഞത്, ചേച്ചി എനിക്ക് ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോകാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ഞാൻ അനുഭവിച്ച ആ ദുരന്തം, ഞാൻ 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ഹോസ്റ്റലിൽ വെച്ചിട്ട്. ഞാൻ പാരസെറ്റാമോൾ ഗുളികകൾ അമിതമായി കഴിച്ചതിന് ശേഷം കുറേ നാൾ എനിക്ക് ലിവറിന് പ്രശ്നമായി, ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു എന്ന്. കാരണം അത്രമാത്രം എൻ്റെ ആത്മാഭിമാനം വ്രണപ്പെട്ടു. ഞാൻ അത്രമാത്രം എനിക്ക് അവിടെ രോഗിയുടെ കേസ് റെക്കോർഡ്, അതായത് പേപ്പറുകൾ എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ ഡോക്ടർമാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്നെ പൊതുമധ്യത്തിൽ വാർഡിൻ്റെ നടുക്ക് നിർത്തി എനിക്ക് വാർഡിലുള്ള ആ മനുഷ്യർ മുഴുവൻ കേൾക്കുന്ന രീതിയിൽ എനിക്ക് നേരെ ഷൗട്ട് ചെയ്തിട്ടുണ്ട് എന്ന്.
ഇനി അതിൽ ചോദിച്ച അടുത്ത ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടലായിട്ട് പുറത്തേക്ക് പോകുന്നത്? പുറം രാജ്യങ്ങളിൽ നമുക്കൊരു ആരോടും ഒരു നമ്മുടെ വീട്ടിൽ വന്ന് ഗാർഡനിങ് വർക്ക് ചെയ്യുന്ന ഒരു ഗാർഡനറിനോട് പോലും നമുക്ക് ഷൗട്ട് ചെയ്യാൻ അവിടെ അധികാരമില്ല. ആ ആളോട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മെയിൽ ചെയ്യുകയും അയാളുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമായി സംസാരിക്കുകയും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടല്ലാതെ ഒരു കാര്യങ്ങളും നമുക്ക് ആ ആള് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവിടെ ഇതുപോലെ ഒരിക്കലും ഷൗട്ട് ചെയ്ത് ഒരു ശിക്ഷാ നടപടികളിലേക്ക് പോകാനോ ഒന്നും കഴിയില്ല. അത്രമാത്രം ഹ്യൂമൻ റൈറ്റ്സ് അവരവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. തൊഴിൽ നീതി അല്ലെങ്കിൽ ആത്മാദരം അവിടെ ഉള്ള ഒരു, എന്തുകൊണ്ടാണ് ഇപ്പം നമ്മളുടെ കുട്ടികൾ സ്റ്റുഡൻസ് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി പഠിക്കുന്നത്? അവർക്ക് അവിടെ ഒരു പിസ്സ ഡെലിവറി ഷോപ്പിൽ ജോലി ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് കടകളിൽ ജോലി ചെയ്യാനാണെങ്കിലും ഇപ്പം അല്ല വേണ്ട, അവർക്കൊരു വെയർ ഹൗസിലോ ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകളിലോ ഫാക്ടറികളിലോ ജോലി ചെയ്യാൻ അവർക്ക് ഇവിടെ അവർ ചെയ്യില്ലായിരിക്കും. പക്ഷെ അവിടെ അവർ എന്തുകൊണ്ട് ചെയ്യുന്നു? പണ്ടത്തെ ശ്രീനിവാസന്റെ സിനിമകളിലെ ഡയലോഗാ, കൂലിപ്പണിക്ക് പോയാൽ 300 രൂപ കിട്ടുമല്ലോ എന്നുള്ളത്. എന്തുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല? അതിന് ഏറ്റവും വലിയ ഉത്തരം അതാണ്. നമ്മൾക്ക് തൊഴിൽ ഡിഗ്നിറ്റി എന്നുള്ള ഇല്ല, നമ്മൾക്ക് തൊഴിലാദരം എന്നുള്ളതില്ല. നമ്മൾ നേഴ്സ് പോകുമ്പോൾ അതൊരു സുന്ദരിയായ നേഴ്സാണെങ്കിൽ നമ്മൾ ഉറപ്പായും കമൻ്റ് അടിക്കും. ഈ മെഡിക്കൽ കോളേജുകളിലും അല്ലെ ജനറൽ ഹോസ്പിറ്റലുകളിലും ഒക്കെ ജോലി ചെയ്യുന്ന നേഴ്സുമാരോട് അനുഭവം ചോദിച്ചു നോക്കും, നിങ്ങൾ എങ്ങനെയാണ് ഈ കൂട്ടിരിപ്പുകാരൊക്കെ നിങ്ങളോട് പെരുമാറുക എന്നുള്ളത്. എല്ലാവരും വളരെ സ്നേഹമായി പെരുമാറുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. എന്നാലും ഷൂ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ സുന്ദരിയാണെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് പറയാ, കൊള്ളാലോ, കല്യാണം കഴിച്ചതാണോ, ഇങ്ങനെ ഒരു പെരുമാറ്റം എന്തുകൊണ്ട് ഒരു ബ്രിട്ടനിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ സംഭവിക്കുന്നില്ല? അപ്പൊ അതൊരു വലിയ ചോദ്യമാണ്. കാരണം ഏതോ ഒരു കോമഡി ക്യാരക്ടർ പോലെ അല്ലെങ്കിൽ കോമഡി ഷോകളിലുള്ള ഏതെങ്കിലും അശ്ലീല കഥാപാത്രങ്ങളെയൊക്കെ കണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മളെ സമൂഹം ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഫഷനെ. അതെ അതെ, ഇങ്ങനെ നമ്മുടെ തൊഴിൽ രംഗങ്ങളിൽ വരേണ്ടുന്ന മാറ്റത്തെ അഭിമുഖീകരിക്കുന്ന ഒരു നോവൽ എന്നുള്ള നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയായിട്ടാണ് ഞാൻ വൈറസിനെ കാണുന്നത്. അതേസമയം ഈ കേരളത്തിലെ പല പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ മേഖലയിലുള്ള ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഐശ്വര്യ ഇവിടുന്ന് UK പോയിട്ടുള്ളത്. എന്നാൽ ഈ നോവലിൻ്റെ പശ്ചാത്തലമായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കോർപ്പറേറ്റ് ആശുപത്രിയാണ്. എന്തുകൊണ്ട് ഒരു സർക്കാർ ആശുപത്രിയുടെ പ്രമേയപരമായിട്ട് അത് എഴുതിയില്ല? നല്ലൊരു ചോദ്യമാണത്. കാരണം ഈ നോവൽ എഴുതുന്ന നമ്മൾ അതിൻ്റെ ഒരു കഥാശില്പം മെനയുമ്പോൾ രണ്ട് രീതിയിൽ ഇത് പറയാമായിരുന്നു. ഒരു സർക്കാർ ആശുപത്രിയിലെ ഒരു നഴ്സ്, സർക്കാർ ആശുപത്രി വരാന്തകളിലെ പീഠകൾ, അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇത് കോർപ്പറേറ്റ് ഒരു ഹോസ്പിറ്റലിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പൊതുജനാരോഗ്യ സംവിധാനം അപര്യാപ്തമാണ്, വളരെ പരിതാപകരമാണ് എന്ന് തെളിയിക്കാൻ എനിക്കൊരു നോവൽ എഴുതേണ്ട കാര്യം ഇല്ല. ശരിക്കും അറിയുന്ന എല്ലാ മനുഷ്യർക്കും അതറിയാം. നമ്മൾ എന്നും ന്യൂസുകളിൽ കേൾക്കുന്നത് എന്തെങ്കിലും ഒരു വാർത്ത കാണും. മെഡിക്കൽ കോളേജുകളെ കുറിച്ച് അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലുകളെ കുറിച്ച്, മറ്റേ വിരൽ മുറിച്ചു മാറ്റാൻ പോയ കുട്ടിയുടെ നാവിനടിയിലുള്ള ടങ്ക് ടൈ മുറിച്ചു മാറ്റുക, എന്നിട്ട് ആ ഒരു വിഷയം തന്നെ മെഡിക്കൽ അസോസിയേഷൻ അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള പേപ്പറാണ് ഇറക്കിയത്. പിന്നെ അത് എന്തായി എന്ന് എനിക്കറിയില്ല. ഞാൻ UK കേട്ട വാർത്തയാണ്. എത്ര വലിയ നീതി നിഷേധമാണ്. കാരണം നമ്മളൊരു കുട്ടിയാണ്, അതും ചെറിയ കുട്ടിയെ ഒരു സർജറിക്ക് പറഞ്ഞു വിടുന്നു. സർജറി ചെയ്യാൻ ഉദ്ദേശിച്ച ശസ്ത്രക്രിയ അല്ല ചെയ്തത്, മറ്റൊരു ശസ്ത്രക്രിയ ചെയ്തു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലായിരുന്നെങ്കിൽ അതൊരു ഭൂകമ്പ തുല്യമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ ഇവിടെ ഇത് വളരെ നിസ്സാരമായിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ട, കാല് മാറിപ്പോയി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിനേക്കാളും എനിക്ക് ഭയാനകമായി തോന്നിയത് ഈ അടുത്ത കാലത്ത് ICUവിൽ വെച്ച് ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അർദ്ധമയക്കത്തിൽ ഒരു മെഡിക്കൽ സംവിധാനത്തെ വിശ്വസിച്ച് എൻ്റെ ശരീരത്തെ അനസ്തീഷ്യ കൊടുത്ത് കിടത്തിക്കൊള്ളൂ, അതിനുശേഷം നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ ഒരു രോഗി, അയാളുടെ ബോധമാണ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു പോകുന്നത്, അയാളുടെ ശരീരത്തെ ഏൽപ്പിച്ചു പോവുകയാണ്. ആ അർദ്ധമയക്കത്തിൽ ഒരു സ്ത്രീയോട് ഇങ്ങനെ ചെയ്യുക എന്ന് പറയുക, അതൊക്കെ പൊറുക്കാൻ കഴിയാത്തൊരു തെറ്റും, അത് സീറോ ടോളറൻസ് വേണ്ട ഒരു കാര്യമാണ്.
അപ്പോൾ ഇങ്ങനെ ഒരു 100 വിഷയങ്ങൾ എനിക്ക് വേണമെങ്കിൽ സർക്കാർ സാഹചര്യങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാം, എഴുതാം എന്നുള്ളതൊക്കെ ഒരു വശം. പക്ഷേ സർക്കാർ സംവിധാനം അപര്യാപ്തമാണ് അല്ലെങ്കിൽ പൊതുജനാരോഗ്യം തകർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാമെങ്കിലും അതിൻ്റെ മറുവശം എത്ര വലിയ, അതായത് കോർപ്പറേറ്റുകൾ എത്രമാത്രം വലിയൊരു സ്ഥാനമാണ്, അല്ലെ അവരെത്രമാത്രം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം ഒരു ആശുപത്രി നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വരുമ്പോൾ, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇന്നു മുതൽ റോബോട്ടിക് ശസ്ത്രക്രിയ തുടങ്ങുകയാണ് മുട്ടിന്, അപ്പം നമ്മളത് ഭയങ്കര നല്ലതായിട്ട് ചിലപ്പോൾ കാണും. ഓ ഗംഭീരമാണല്ലോ, എന്തൊരു ആശുപത്രിയാണത് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തൊരു സംവിധാനമാണ്, ഞങ്ങൾ വന്നതും പെൺകുട്ടികൾ വന്നു, ഞങ്ങളെ കൊണ്ടുപോയി, ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു വിപത്തിനെയാണ്, അല്ലെങ്കിൽ വലിയൊരു അന്തരം ഇതിൽ നമ്മൾ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നുള്ളത് ഉറപ്പായിട്ടും അത് എല്ലാവർക്കും അതായത് സർക്കാർ സംവിധാനങ്ങളിലൂടെ വളരെ ഈക്വലായിട്ട് കൊടുക്കണം. സമാനതകളില്ലാതെ, അതായത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ. ഞാനിപ്പോൾ UK ജോലി ചെയ്യുന്നത്. ഇപ്പോൾ UK നോക്കുകയാണെങ്കിൽ അവിടെ ഈ NHS ആണ് എല്ലാവർക്കും ഒരുപോലെ ആരോഗ്യ സംവിധാനം ഒരുക്കുന്നത്. അവിടെ പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുക എന്നുള്ളത് ആർക്കും അറിയുന്നൊരു കാര്യമല്ല. അവിടെ ഈ NHS ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ലാഗുണ്ട്, താമസമുണ്ട്. അതൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഇലക്ഷൻ സമയത്തൊക്കെ. പക്ഷെ എന്നാലും അവിടെയുള്ള എല്ലാ മനുഷ്യർക്കും, എല്ലാ സിറ്റിസൺസിനും ഒരുപോലെ ആരോഗ്യം എന്ന അടിസ്ഥാന അവകാശം കൊടുക്കാൻ ഈ പറയുന്ന ഗവൺമെന്റിന് സാധിക്കുന്ന ഒരിടത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പൊ ഈ നോവലിന്റെ അവസാനം ഞാൻ പറയുന്നുണ്ട്, പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ഒരു മുടന്തൻ കുതിരയെ പോലെ കിതച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പാൻഡമിക് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഈ വലിയൊരു പാൻഡമിക് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു, ഓക്സിജൻ ഇല്ല, ICU ബെഡുകളില്ല, വെന്റിലേറ്റർ ഇല്ല. ആ 3rd വേവ് ഒക്കെ വന്നപ്പോൾ ഇന്ത്യ എത്രമാത്രം കിതക്കിയായിരുന്നു നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. ആ മറുവശം ഇവിടെ വലിയ കോർപ്പറേറ്റ് നിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹോസ്പിറ്റലുകൾ ചുറ്റിപ്പറ്റി നടക്കുന്ന വ്യാപാരം എത്ര വലുതാണ് എന്നുള്ളത് അത് നമുക്ക് ഒരു സാധാരണ മനുഷ്യന് ഊഹിക്കാൻ കഴിയുന്നതിലും വലുതാണ്. അവർ ഈ ഒരു മനുഷ്യൻ, അത് മനുഷ്യ സംബന്ധമായിട്ടുള്ള മനുഷ്യ ശരീരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യാപാരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഗവൺമെന്റിന് എത്രമാത്രം ഇതിന് കൺട്രോളുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ നടത്തിപ്പുകളുടെ മുകളിൽ ഇതിൻ്റെ എത്തിക്കലായിട്ടുള്ള വശങ്ങളെ പറ്റി എത്ര ഓഡിറ്റുകൾ നടക്കുന്നുണ്ട്, എത്രമാത്രം നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നുള്ള ആ ഒരു ആംഗിളിൽ നിന്ന്, അല്ലെ ആ ഒരു വശത്തിൽ നിന്നും ഈ നോവൽ പറയണം എന്ന് എനിക്ക് തോന്നാൻ കാര്യവും അതാണ്. കാരണം ഇത്ര വലിയ നിക്ഷേപങ്ങൾക്ക് മുകളിൽ നമുക്ക് ഒരു നേഴ്സിന് ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല. ഇത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകളും ആ പല 5 സ്റ്റാർ ഹോസ്പിറ്റലുകൾ കണ്ടാൽ വരെ നമ്മൾ പകച്ചു പോകും. സാധാരണ മനുഷ്യർ പകച്ചു പോകുന്ന നിലയിലാണ് പല ആശുപത്രികളുടെയും നിർമ്മിതി പോലും. അപ്പോൾ ആ ഒരു വശം പറയണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് എന്ന് തോന്നിയിട്ടാണ് ഞാനത് സെലക്ട് ചെയ്തത്. മാത്രമല്ല പലരും ഈ അടുത്ത കാലത്തൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഹോസ്പിറ്റലുകളിലെ ഷെയറൊക്കെ വാങ്ങാൻ ആളുകൾ കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നുണ്ട്. ഈ വിദേശങ്ങളിലൊക്കെയുള്ള NRIകൾ പലരും അവർ ഒന്നിച്ചു ചേർന്ന് ആശുപത്രികൾ തുടങ്ങാം, നമുക്ക് ഏറ്റവും നല്ല ബിസിനസ് ആശുപത്രിയാണ് എന്ന്. ഒരു ആശുപത്രി ചുറ്റിപ്പറ്റി എത്രമാത്രം ഏജന്റുമാർ, പല ആളുകളെ ശസ്ത്രക്രിയകൾക്കും കൊണ്ടുവരാനുള്ള ഏജന്റുമാർ ജോലി ചെയ്യുന്നുണ്ട്, ഇവർക്ക് എത്ര ടാർജറ്റ് ഉണ്ട് എന്നൊക്കെ ഉള്ളിലുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം. ഒരു കോവിഡ് കാലത്ത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഞാൻ പേര് പറയുന്നില്ല, ഇവിടുത്തെ ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്, തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്ര സംഖ്യയിൽ ആൻജിയോപ്ലാസ്റ്റികളും ആൻജിയോ പ്രൊസീജിയേഴ്സും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഹാർട്ടിൽ ബ്ലോക്കാണ്, ഈ ബ്ലോക്ക് എടുത്തു കളഞ്ഞില്ലേ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ കോവിഡ് കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇത്രയും ആൻജിയോപ്ലാസ്റ്റി നടന്നില്ല, ഇത്രയും ശസ്ത്രക്രിയ നടന്നില്ല? അപ്പോൾ ഇപ്പം അവരുടെ ബ്ലോക്ക് പ്രശ്നമുള്ളതല്ലേ? അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് വലിയ ടാർജറ്റുകൾ ഇതാക്കി മാലിയിൽ നിന്നും സുഡാനിയിൽ നിന്നൊക്കെയുള്ള രോഗികളെ ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ വലിയ വലിയ ഈ നിക്ഷേപ സംബന്ധമായ കാര്യങ്ങൾ
ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്.